22 വാർഡുകളുടെ ഒരു സീറ്റാണ്. അത് നിയമം ഈ ഡീലിമിറ്റേഷന് ശേഷം തന്നെ നിയമം ഏതാണ്ട് ഇടതനുകൂലമായിട്ട് അത് നേരത്തെ ശക്തൻ സമയത്ത് കാട്ടാക്കടയുടെയൊക്കെ ഭാഗങ്ങൾ പോയിട്ട് നഗര കേന്ദ്രീകൃത ഭാഗങ്ങൾ അല്ലെ ഈ നഗരസഭാ ഭാഗങ്ങൾ മാത്രമാണ്. അതിൽ 22 വാർഡിൽ 17 UDF-നും 17 BJPക്കും 5 CPM-നും ഉള്ളത്. അവിടെ ഒരു സീറ്റ് പോലും UDF-ന് ഇല്ല. ഈ പറഞ്ഞ ഒരു പരിധിവരെ ശരിയാണ്. ഈ ശബരിനാഥൻ്റെ ഒരു വ്യക്തിപ്രഭാവവും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുമെങ്കിലും വലിയൊരു സ്വിംഗ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത എന്തായാലും അവിടെ ഇല്ല. കേരളം 36,000 അല്ല, ഇത് കോൺഗ്രസ് അവിടെ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് ഇപ്പോൾ ഈ സഖ്യകക്ഷികൾ മത്സരിക്കുമ്പോഴായിരുന്നു അവിടെ കോൺഗ്രസ് UDF-ൻ്റെ തൊട്ട് പാടെ ഇടിഞ്ഞു പോയി. JDU-ൽ സുരേന്ദ്രപിള്ള ഉള്ള കാലത്ത് അങ്ങേര് മത്സരിച്ചപ്പോഴായിരുന്നു എത്രയാ 13,000 ചില്ലറ വോട്ടിലേക്ക് ഇടിഞ്ഞതാണ്. വർഷത്തിന് കണക്ക് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ 36,520 ശക്തിന് ശേഷമായിരുന്നു. 13,860 ഇടിഞ്ഞതാണ്. അതായത് 9.8% നിന്ന് കെ മുരളീധരൻ മത്സരിക്കുമ്പോൾ 25.1% മാറുകയാണ്. 36,524 വോട്ടാണ് കെ മുരളീധരൻ നേടാനായത്. അതുകൊണ്ടാണ് എന്താ ശിവൻകുട്ടിക്ക് ജയിക്കാനും പറ്റിയ കുമ്മനം പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നത്. ഏതായാലും ആ ലെവലിലേക്ക് ശബരിനാഥന് ഒരു വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ വോട്ട് സ്വാധീനിക്കാനുള്ള ശേഷി എന്തായാലും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും കോൺഗ്രസിന്റെ അവിടുത്തെ സംഘടനാ ബലം വെച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു പോയിന്റ് അതാണ്. അത് കെ മുരളീധരൻ മത്സരിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് സാധ്യത കുറവാണ് LDF-ന് അനുകൂലമായിട്ട്. കെ മുരളീധരൻ എന്ന് പറയുന്ന ആള് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ വോട്ടുകൾ കെ മുരളീധരൻ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അർത്ഥത്തിലൊരു നേരിയ എഡ്ജ് അവിടെ ഉണ്ട്. പക്ഷേ ആ എഡ്ജ് ഉറക്കെ പറയാൻ ധൈര്യക്കുറവാണ് ഇതിന്റെ പ്രശ്നം. ആ ധൈര്യക്കുറവ് മാറ്റാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പോളിംഗ് നടന്നിട്ടുണ്ടോ എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്ന ശതമാനം കൂടിയത് കാര്യമില്ല. ശതമാനം കൂടിയിട്ടുണ്ടെങ്കിലും വോട്ടിന്റെ എണ്ണം കുറവാണ്. 8,000 വോട്ട് കുറഞ്ഞു. വേറെ കാര്യം നമ്മൾ വിചാരിക്കുന്നത് CPM എന്ന് LDF-നെ സംബന്ധിച്ചുള്ള അവർ ഈ നിയമത്തൊക്കെ പോൾ ചെയ്യിപ്പിക്കാൻ കഴിയുന്ന പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കും. ന്യൂനപക്ഷ സമുദായങ്ങൾ പരമാവധി വോട്ടുകൾ പോൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു BJP സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ആ സ്വഭാവം ഒരിക്കലും BJPക്ക് അനുകൂലമായി ഈ വോട്ടിൻ്റെ എണ്ണം കുറഞ്ഞ സമയത്ത് വരാൻ സാധ്യത.